ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മളിന്ന് എന്ത് വീഡിയോസായിട്ടാണ് വന്നിട്ടുണ്ടാവുക? അതന്നെ, ഒരു ഉടായ്പ് വീഡിയോസായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, കറിയൊന്നും ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയമാണ്. മടി പിടിച്ചിരിക്കുന്നത് മാത്രമല്ല, മീനും ഇറച്ചിയൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ പെരൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പാടെ കൊത്തി നുറുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധനം ഉണ്ടാക്കാം. അതിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോറ് ആദ്യം തന്നെ വെച്ചേക്കും ചെയ്തിരുന്നു, അതും നമ്മുടെ റേഷനരി ആയിട്ട്. അപ്പോൾ ആ റേഷനരി ചോറ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളി ഫ്രൈഡ് റൈസാക്കി മാറ്റാം. ഇപ്പോൾ റേഷനരി വെച്ചിട്ടും ഫ്രൈഡ് റൈസോ നിങ്ങൾ ചോദിച്ചു. ഞാൻ പറയും അതന്നെയെന്ന്. എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയത് തിന്ന് കൊടുത്ത് പെരക്കാർ തിന്ന് ഓലും കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും പാത്രം കാലിയാക്കി തന്നും ചെയ്ത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ പാർന്ന് ചൂടായി വന്ന് നിങ്ങളോട് വർത്താനം പറഞ്ഞു വന്നപ്പോഴത്തേന് ഇട്ട വെളുത്തുള്ളി കണ്ട് കരിഞ്ഞ്. പിന്നെ അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, അയക്കന്നാണ്ട് വലിയ ഉള്ളി അരിഞ്ഞതും കണ്ട് ഇട്ട് കൊടുത്ത്. അതൊക്കെ അന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് അങ്ങോട്ട് വാട്ടി വന്ന് അതിലേക്ക് പിന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ നന്നായിട്ട് വാട്ടി കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ബീൻസും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും ഒക്കെ പാടാണ്ട് ഇട്ട് കൊടുത്ത്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് വാടി വരട്ടെ. അപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ എന്നും പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്നും പറയുന്നത്, ഒന്നാണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ചെയ്യുന്ന ഉടായ്പ് പരിപാടിയായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യ്, സപ്പോർട്ട് ചെയ്യടോ. അപ്പോൾ നമ്മൾ ഒരു 4 മുട്ട നമ്മൾ ഉടച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വെച്ചില്ലായിരുന്ന അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി പാർന്നുകൊണ്ട് അങ്ങോട്ട് ചിക്കി പരത്താം. അപ്പോൾ നമുക്കിത് ഒന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഒരു ഉപ്പേരി പരുവത്തിലാക്കുന്ന വരെ ഒന്നുകൊണ്ട് ചിക്കി പരത്താം. അപ്പോൾ നമ്മളെ കോഴിമുട്ട ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന ചെമ്പട്ടിയിലിട്ടിരുന്ന പച്ചക്കറികളും ഏകദേശം അതിൻ്റെ ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഈ മുട്ട വറുത്തതും കൂടിയാണ്ട് ഇട്ടുകൊടുക്കാം. ഈ മുട്ട വറുത്തതും അതും ഒക്കെ ഒന്ന് അങ്ങോട്ട് യോജിച്ചങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെന്ത് ചെയ്യാണ്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രൈഡ് റൈസിന് എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്ലാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിൽ ഉപ്പില്ല, അതുകൊണ്ട് ഈ മസാലയിൽ അത്യാവശ്യം കണ്ടറിഞ്ഞ് തന്നെ അങ്ങോട്ട് ഉപ്പിട്ടേക്കാം. അങ്ങനെ ഉപ്പും കുരുമുളകും ഇട്ട് കയ്യിൽ കുറച്ച് ചില്ലി സോസും സോയാ സോസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നാണ്ട് പാർന്നോർത്ത് ഒക്കെ ഒന്നിങ്ങോട്ട് ഇളക്കിയാണ്ട് യോജിപ്പിച്ച്. ചില്ലി സോസിന് വരാൻ കുറച്ച് മടിയുണ്ട്. നമ്മൾ സോയാ സോസും കൂടിയാണ്ട് പാർന്ന് ഒന്നായിട്ടൊന്നാണ്ട് ഇളക്കി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. റേഷനരി ആണ്, വലിയ ഒന്നായിട്ടാണ്ട് കുത്തി ഇളക്കാൻ നിൽക്കണ്ട. ഉണ്ടാക്കാൻ ഇളക്കി കഴിഞ്ഞാൽ ഒന്നായിട്ട് ഒരു പരുവാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെമ്പട്ടി വെച്ചൊന്ന് അങ്ങോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു എന്താ ഇതിന് പേര് പറയാ, എനിക്ക് അറിഞ്ഞൂടാ, ഈ സാധനം വെച്ചുകൊണ്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ടച്ചിങ്സ് വേണ്ടേ, അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി കാന്താരി മുളകും എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനേൻ്റെ ഇലയും. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ഉപ്പ് ഇട്ടുങ്ങാണ്ട്
അരച്ചെടുക്കുക. ഇനി ഇതിൽ കുറച്ച് സുർക്കയും പാർന്ന് നമ്മളെ റേഷനരി ഫ്രൈഡ് റൈസും ചമ്മന്തിയും കൂടെ അലങ്കാരത്തിനൊരു പപ്പടും. പോരെ മക്കളെ, എന്തിനാ കുറേ മീനും ഇറച്ചിയും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മളെ ചാനലൊന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.